ദൈവമായിട്ടുള്ള റിലേഷന് ദൈവം എങ്ങനെയാണ് മാറ്റിയിരിക്കുന്നത്? പിതാവും മക്കളും തമ്മിലുള്ള ബന്ധമായിട്ട് മാറ്റി. ആ ബന്ധമാണ് റിലേഷൻ. അപ്പോൾ ഈ ബന്ധമെന്ന് പറയുമ്പോൾ ആ ബന്ധത്തിൽ എന്താണ്? ആ ബന്ധത്തിൽ ഉരുത്തിരിഞ്ഞതാണ് ക്ഷമ. എന്താണ്? സഹിക്കുന്ന സ്നേഹം. പിന്നെ എന്താണ്? സമാധാനം, കാത്തിരിക്കുന്ന സ്നേഹം. കാത്തിരിപ്പിന് ഇത്തിരി ദൈർഘ്യം കൂടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പിതാവിനുള്ള സ്നേഹം വെച്ചുകൊണ്ട് ആ കാത്തിരിപ്പിൻ്റെ ഒരു വിരസത നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. എന്താണ്? ക്ഷമ. ഇതെല്ലാം എന്താണ്? ക്ഷമയും സമാധാനം എന്തിൻ്റെതാണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. ഇതാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവാനുഭവം സാധ്യമല്ലാത്തത്. എല്ലാ ഘട്ടങ്ങളിലും പരിശുദ്ധാത്മാവ് വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടമ്പടിയിൽ എഴുതുമ്പോൾ ഒന്നാം ഘട്ടം അല്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ എൻ്റെ ഒരു നിയോഗം എന്താണ്? പരിശുദ്ധാത്മാവെന്ന് എഴുതണം. എന്താ കാര്യം? പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് ലഭിക്കാൻ, നമ്മൾക്ക് പണം കൊടുക്കാൻ, അതിന് ജീവൻ കൊടുക്കാൻ മതിയാകാത്തത് കാരണം അതിനു വേണ്ടിയാണ് ഈശോ വില കൊടുത്തിരിക്കുന്നത്. നമ്മളെപ്പോഴും പറയും പാപത്തിന് പരിഹാരമായിട്ടാണെന്ന്. അന്നത്തെ മനുഷ്യന്, ക്രിസ്തുവിന് മുമ്പുള്ള മനുഷ്യന്, യെശയ്യായ്ക്കൊക്കെ അത്രയുമേ വെളിപാട് അവർക്ക് അനുവദിച്ചുള്ളൂ. അവർക്ക് കിട്ടിയ അനുവദിച്ച് കിട്ടിയ വെളിപാട് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ളവർക്ക്, ക്രിസ്തുവിന് ശേഷം വന്നവർക്ക് കൂടുതൽ വെളിപാട് കിട്ടി. അതാണ് പരിശുദ്ധാത്മാവ് അവർ കൂടി സംസാരിക്കണത്. പക്ഷെ ഇത് ആദ്യം സംസാരിച്ച ആരോടാണ്? അമ്മയോടാണ് സംസാരിച്ചത്. പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ആദ്യ വാക്ക് ദൈവം സംസാരിക്കണ ആരോടാണ്? വെളിപാട് കൊടുക്കുന്ന ആർക്കാണ്? ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും? പരിശുദ്ധാത്മാവ് വേണ്ട രംഗപ്രവേശനം ചെയ്യണം. കണ്ട ആരോടാണ്? ഫസ്റ്റ് കൈനീട്ടം പോലെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന ആർക്കാണ്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. തന്നിമിത്തം നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നവൻ അത്യുന്നതൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. അപ്പൊ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമെന്ന് പറയുന്ന ആ സെക്കൻഡില് തന്നെ എന്ത് സംഭവിക്കും? മറിയത്തിലെ സംശയമില്ലാതെ വിശ്വസിക്കും മറിയം. അവിടെയാണ് വിഷയം. മറിയം അമലോത്ഭവയാണെന്ന് പറയാൻ കാരണം ഈ പാപത്തിൻ്റെ ലാഞ്ചനകളോ പാപത്തിൻ്റെ പ്രകൃതിയോ പാപത്തിൻ്റെ ശീലങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വരുന്നതാണ് സംശയം. അതാണ് വിഷയം. അപ്പം അതുകൊണ്ടാണ് ഉടമ്പടിയിൽ 2 ആഴ്ച ഒരിക്കൽ കുമ്പസാരിക്കണമെന്നും കുമ്പസാരിക്കാൻ പറ്റാത്ത അതിനുള്ള സംവിധാനം ഇല്ലാത്ത ആൾക്കാർ വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവസ്നേഹത്തിൻ്റെ കൂടെ തന്നെയാണ് ഇതുപോലെ നമ്മൾക്ക് ദൈവത്തോടുള്ള ഒരു നിഷ്കളങ്കമായ സ്നേഹമില്ലെങ്കിൽ, അതായത് ദൈവത്തോട് സ്നേഹമെന്ന് പറയുമ്പോഴേ തൻ്റെ നിഷ്കളങ്കമായിരിക്കണം. അത് വേറെ ഉദ്ദേശം വെച്ചുള്ള സ്നേഹമായിരിക്കരുത്. എഫെസോസ് 1:4 എടുത്ത്. എഫെസോസ് 1:4 തന്റെ മുമ്പാകെ, എഫെസോസ് 1:4 തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. എന്റെ ദൈവപൈതലേ, നീ ഇന്ന് ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ അനാദികാലം മുതലേ ദൈവം നിന്നെ ക്രിസ്തുവിനെ കേൾക്കാൻ ദൈവത്തിൻ്റെ മകനും മകളുമായി തിരഞ്ഞെടുത്തതിൻ്റെ ഏറ്റവും വർത്തമാനകാല രൂപമാണ് നിൻ്റെ ഇവിടെയുള്ള ഇരിപ്പും കേൾവിയും.